രാജ്ഭവനിലേക്ക് ഗവർണറെ ഓണാഘോഷത്തിന് ക്ഷണിക്കാനായി നമ്മുടെ മന്ത്രിമാർ പോയി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മന്ത്രി PA മുഹമ്മദ് റിയാസും V ശിവൻകുട്ടിയും രാജ്ഭവനിലെത്തി നേരിട്ട് ക്ഷണിച്ചു, ഓണക്കോടിയും കൊടുത്തു. ഗവർണർ എത്തുമെന്ന് അറിയിച്ചതായി മന്ത്രിമാർ പറഞ്ഞു. സ്വാന്തന സജു നമുക്കൊപ്പം. സ്വാന്തന, നേരത്തെ കുറച്ച് വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ക്ഷണിക്കില്ല, വരുന്നില്ലെങ്കിൽ വരണ്ട എന്നൊക്കെയായിരുന്നു. എന്നാൽ പിന്നെ ക്ഷണിച്ചാൽ വരാം എന്നൊക്കെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മയപ്പെടുന്നത് നമ്മൾ കണ്ടു. ഒടുവിലിപ്പോൾ മന്ത്രിമാരെത്തി, ക്ഷണിച്ചു, ഗവർണർ വരുന്നുമുണ്ട് എന്ന രീതിയിലേക്ക് എത്തുകയാണോ കാര്യങ്ങൾ? അതെ സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മയപ്പെട്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും മയപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും രണ്ട് മന്ത്രിമാരാണ് സർക്കാരിന് വേണ്ടി ഇന്ന് ഗവർണറെ ഓണാഘോഷ പരിപാടിയിലേക്ക് ക്ഷണിക്കാനായി ഇന്ന് രാജ്ഭവനിലേക്ക് പോയത്. മന്ത്രി PA മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മന്ത്രി V ശിവൻകുട്ടിയുമായിരുന്നു പോയത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് അവർ രാജ്ഭവനിലെത്തി ഗവർണറെ ഓണാഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗവർണർ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പായിരുന്നു PRD ചേംബറിൽ വെച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന മാധ്യമപ്രവർത്തകരെ കണ്ടത്. അപ്പോൾ ഇതിലാണ് ഗവർണർ എത്താമെന്ന് അറിയിച്ചതായി അവർ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം, അത് നാളെ മുതൽ ഈ മാസം 9-ാം തീയതി വരെയാണ് സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്ന ഈ പരിപാടിയുടെ 9-ാം തീയതി, അതായത് ഏറ്റവും അവസാനത്തെ ദിവസമായിരിക്കും ഗവർണർ പങ്കെടുക്കുക. അന്ന് ഈ ഓണാഘോഷ പരിപാടിയുടെ ഘോഷയാത്ര നടക്കുന്നുണ്ട്. ആ ഘോഷയാത്ര സാധാരണ എല്ലാ തവണയും ഗവർണറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാറുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടൊക്കെ ആണെങ്കിലും സർക്കാരിന്റെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്ന സമയത്തൊന്നും തന്നെ ഗവർണർ ഇതിൽ പങ്കെടുത്തിരുന്നില്ല. ഇത്തവണയും ഗവർണറെ വിളിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ എന്തായാലും ഇത്തവണ ഗവർണറെ വിളിച്ചിരിക്കുകയാണ്. ഓണക്കോടിയും കൈമാറിയിട്ടുണ്ട്. ഗവർണർ പിണക്കമൊക്കെ മറന്ന് സർക്കാരിന്റെ പരിപാടിക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ തലസ്ഥാനത്ത് തുടക്കമാകുകയാണ്. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രിയാണ് ഈ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നാളെ തുടക്കമാകുന്നു. ആഘോഷ കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാം. സാന്ത്വന, നമ്മൾ ഗവർണറും മന്ത്രിമാരും കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ഹസ്തദാനത്തിന്റെ ദൃശ്യം പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കർ, മന്ത്രി V ശിവൻകുട്ടി, ഒപ്പം മന്ത്രി PA മുഹമ്മദ് റിയാസ്, 3 പേരും 2 കൈയിലുമായി പിടിച്ചുള്ള ആ ഒരു ഊഷ്മളമായ നിൽപ്പ്, ഈ നിൽപ്പ് എല്ലാ കാലവും ഇങ്ങനെ തുടരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.